തിരോധാനം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നായ ഈ തിരോധാനത്തിൽ വീണ്ടും വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. ഉത്തരം കിട്ടാത്ത കേസ് ഫയലുകളുടെ കൂട്ടത്തിൽ പൊടി പിടിച്ചു കിടക്കുകയാണ് സുകുമാരക്കുറുപ്പിന്റെ തിരോധാന കേസ്. ആ കേസിൽ ഇപ്പോൾ ഇതാ വീണ്ടും നിർണായകമായ ഔദ്യോഗിക നടപടികൾ വരികയാണ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കേരളക്കരെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഇന്നും കേരളത്തിലെ ജനങ്ങൾ ഒരു ഞെട്ടലോടെയും അതേസമയം അത്ഭുതത്തോടെയും ഭയത്തോടെയും ഓർക്കുന്നൊരു പേര് സുകുമാരക്കുറുപ്പ്. 41 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കേരളത്തെ ഞെട്ടിച്ച ആ കൊലപാതകം നടന്നിട്ട്. ആ കേസിലെ പ്രധാന പ്രതിയായ സുകുമാരക്കുറുപ്പിന്റെ ഒളിവ് ജീവിതത്തിനും 41 വർഷങ്ങൾ പ്രായമുണ്ട്. അയാൾ മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ എന്ന് ഇന്നും യാതൊരുവിധ ഉറപ്പുമില്ല. കേരള പോലീസിന്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിലെ ആദ്യ പേരാണ് സുകുമാരക്കുറുപ്പ്. ആളുകൾ ഇന്നും മറന്നിട്ടില്ല ചാക്കോ വധക്കേസ്. സംഭവം നടന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ കൊലപാതകം ഇന്നും ഓർക്കുന്നു പലരും. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി താൻ മരിച്ചെന്ന് ലോകത്തെ അറിയിക്കുക, തന്റെ മൃതദേഹത്തിനായി മറ്റൊരാളെ കൊല്ലുക, അതുവരെ കെട്ടുകഥകളിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളായിരുന്നു ഇതൊക്കെ. 1984 ജനുവരി 22 പുലർച്ചെ മാവേലിക്കരയ്ക്കടുത്തുള്ള കുന്നംവയലിൽ ഒരു കാർ തീ പിടിച്ച് ആളിക്കത്തുന്നു. എവിടെയോ പോയി അതുവഴി വന്ന ഒരാൾ ആ കാഴ്ച കണ്ട് വണ്ടി നിർത്തി. അയാൾ ആകെ ഭയന്നു. പരിസരത്തെങ്ങും ആരുമില്ല, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പക്ഷേ കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് മനഃശക്തി വീണ്ടെടുത്ത അയാൾ തൊട്ടടുത്ത് കണ്ട ഒരു വീടിന്റെ മുറ്റത്തേക്ക് ഓടിക്കയറി. വാതിലിൽ ശക്തിയായി മുട്ടി വിളിച്ചു. വീട്ടുകാർ ഉണർന്നു. അയാളുടെ വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അയാൾ ദൂരേക്ക് കൈവിരൽ ചൂണ്ടി. പുറത്തിറങ്ങിയ വീട്ടുകാർ ആ കാഴ്ച കണ്ടു. വയലിൽ ഒരു കാർ കത്തുന്നു. ആ വീട്ടുകാർ തൊട്ടടുത്ത വീട്ടുകാരെ വിളിച്ചുണർത്തി. എല്ലാവരും കൂടി കാറിനടുത്തേക്ക് ഓടി. അപ്പോഴേക്കും തീ അണഞ്ഞു തുടങ്ങിയിരുന്നു. കാറിനകത്തേക്ക് നോക്കിയവർ ഞെട്ടിത്തെറിച്ചു. കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം. അന്ന് ഫോൺ പ്രചാരത്തിലില്ലാതിരുന്ന കാലഘട്ടമായിരുന്നു. അടുത്തെങ്ങും ഫോണുള്ള വീടുകളില്ല. പിന്നീട് ഒട്ടും വൈകിയില്ല. ഓടിക്കൂടിയവരിൽ ആരൊക്കെ ഓടി മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ സ്റ്റേഷനിലെ ഫോണിൽ നിന്ന് ചെങ്ങന്നൂർ ഡിവൈഎസ്പി ഹരിദാസിനെ വിളിച്ചു. അപ്പോഴേക്കും നേരം പുലർന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 5 മണിയായപ്പോഴേക്കും ഡിവൈഎസ്പി ഹരിദാസ് സംഭവ സ്ഥലത്തെത്തി. ഒരു സിനിമയെ വെല്ലുന്ന സംഭവ പരമ്പരകളായിരുന്നു അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത്. അതിനിടയ്ക്ക് സംഭവം അറിഞ്ഞ് പലയിടങ്ങളിൽ നിന്നായി വയലിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടേയിരുന്നു. കത്തിയത് ഒരു കറുത്ത അംബാസഡർ കാറാണ്. നമ്പർ KLQ 7835. കാറിന്റെ നമ്പർ കണ്ടപ്പോഴേക്കും ഉടമസ്ഥനെ ആളുകൾക്ക് പിടികിട്ടി. സുകുമാരക്കുറുപ്പിന്റേതാണ് കാർ. കുറുപ്പ് 2 ആഴ്ച മുമ്പ് അബുദാബിയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയതേ ഉള്ളൂ. കുറുപ്പ് ആലപ്പുഴയിൽ പോയതാണ്. പോയത് കാറിലുമാണ്. പക്ഷെ അയാൾ തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ മരിച്ചത് കുറുപ്പ് തന്നെ. ആളുകൾ ഏതാണ്ട് ഉറപ്പിച്ചു. കാറ് തീപിടിച്ച് കുറുപ്പ് മരിച്ചെന്ന വാർത്ത കാട്ടുതീയേക്കാൾ വേഗത്തിൽ പടർന്നു. എന്നാൽ ഡിവൈഎസ്പി ഹരിദാസിന് എന്തുകൊണ്ടോ അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കത്തിയ മൃതദേഹത്തിൽ പെട്രോൾ പോലെ എന്തോ ഒരു ദ്രാവകം ഒഴുകി പടർന്നിരുന്നു. ഓടുന്ന കാറിന് തീ പിടിച്ചതാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അതുമാത്രമല്ല, കത്തിക്കരിഞ്ഞ കാറിനടുത്ത് ഒരു കയ്യുറയും കിടപ്പുണ്ടായിരുന്നു. അതും ഡിവൈഎസ്പിയുടെ സംശയം വർദ്ധിപ്പിച്ചു. എല്ലാ കുറ്റകൃത്യങ്ങളിലും കുറ്റവാളികൾ അറിയാതെ അവശേഷിപ്പിക്കുന്ന ഒരു തുമ്പുണ്ടാകും. ആ തുമ്പായിരുന്നു ആ കയ്യുറ. നേരം പുലർന്നപ്പോഴേക്കും ഫോറൻസിക് സർജൻ ഡോക്ടർ B ഉമാദത്തനും സംഭവ സ്ഥലത്തെത്തി. കത്തിക്കരിഞ്ഞതുകൊണ്ട് തന്നെ ആ വയലിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി. മൃതദേഹം വിശദമായി പരിശോധിച്ച ഡോക്ടർ ഉമാദത്തൻ പോസ്റ്റ്മോർട്ടത്തിനിടയിൽ ചില കാര്യങ്ങൾ കണ്ടെത്തി. തീ പിടിച്ചപ്പോൾ മരിച്ചയാളിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ ശ്വാസക്കുഴലുകളിൽ പുകയും കരിയും കാണുമായിരുന്നു. എന്നാൽ മരിച്ചയാളുടെ ശ്വാസകോശത്തിൽ കരിയുടെ ഒരംശം പോലും ഇല്ലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അതോടെ തീ പിടിച്ചല്ല ആ മനുഷ്യൻ മരിച്ചതെന്ന് ഉറപ്പായി. അതുമാത്രമല്ല, മൃതദേഹത്തിൽ വിഷത്തിന്റെയും മദ്യത്തിന്റെയും അംശവും കണ്ടെത്തി. ഇതൊക്കെ വിരൽ ചൂണ്ടിയത് നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണ് എന്നതിലേക്കാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം കുറുപ്പിന്റെ വീട്ടുകാർക്ക് വിട്ടു നൽകി. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. അതിന് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ മഫ്തിയിൽ കുറുപ്പിന്റെ വീട്ടിലെത്തി. സാധാരണ ഒരാൾ ഇത്തരത്തിൽ മരണപ്പെടുമ്പോൾ അയാളുടെ വീട്ടുകാർക്ക് വല്ലാത്ത ദുഃഖം തോന്നേണ്ടതാണ്. നിലവിളിയും കരച്ചിലും ഒക്കെയായി ആകെ ബഹളമായിരിക്കും പരേതന്റെ വീട്ടുകാർ. എന്നാൽ ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. മരണവീടിന്റെ അടുക്കളയിൽ നിന്ന് ചിക്കൻ വറുക്കുന്നതിന്റെ മണവും ഉയർന്നു.
പോർച്ചിലേക്ക് നോക്കിയപ്പോൾ അവിടെയും അസ്വാഭാവികത. അവധിക്കെത്തിയ കുറിപ്പ് ഒരു പുത്തൻ അംബാസഡർ കാർ വാങ്ങിയിരുന്നു. ആ കാർ പോർച്ചിൽ കിടപ്പുണ്ട്. ആഡംബരപ്രിയനായ കുറിപ്പ് ഒരു പുതിയ കാർ വീട്ടിലിട്ട് പഴയ കാറിൽ പോകുമോ? ഇക്കാര്യങ്ങളിലൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അസ്വാഭാവികത തോന്നി. അപ്രതീക്ഷിതമായി ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ മരണപ്പെടുമ്പോഴുള്ള പെരുമാറ്റമല്ലായിരുന്നു കുറിപ്പിന്റെ വീട്ടുകാർക്കുണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ പോലീസ് വല്ലാത്തൊരു പ്രതിസന്ധിയിലായി. വേണമെങ്കിൽ അതൊരു സാധാരണ സംഭവമാണെന്ന് കരുതി കേസന്വേഷണം അവർക്ക് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ അവരതിന് തയ്യാറായിരുന്നില്ല. കുറിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായി അയാളുടെ ഭാര്യയുടെ സഹോദരി ഭർത്താവായ ഭാസ്കരപിള്ളയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. കൈനീളമുള്ള ഷർട്ടിട്ടായിരുന്നു പിള്ള സ്റ്റേഷനിലെത്തിയത്. തന്റെ കൈ മറച്ചു പിടിക്കാനുള്ള ശ്രമവും പിള്ള നടത്തുന്നുണ്ടായിരുന്നു. ഇതുതന്നെ പോലീസിന് സംശയമുണ്ടാക്കുന്നതായിരുന്നു. പിള്ള എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നതായി അവർക്ക് തോന്നി. അയാളോട് ഷർട്ടിന്റെ കൈ ഉയർത്തി വയ്ക്കാൻ ഡിവൈഎസ്പി ആവശ്യപ്പെട്ടു. മടിച്ചു ഭാസ്കരപിള്ള ഷർട്ടിന്റെ കൈ മുകളിലേക്ക് ഉയർത്തി വെച്ചു. അത് കണ്ട് പോലീസുകാർ ഞെട്ടി. കാരണം പിള്ളയുടെ 2 കൈകളും പൊള്ളലേറ്റ് കരുവാളിച്ചിട്ടുണ്ടായിരുന്നു. ഷർട്ട് അഴിച്ച് വിശദമായി പരിശോധിച്ചപ്പോൾ ശരീരത്തിൽ പലയിടങ്ങളിലും പൊള്ളലേറ്റതായി കണ്ടു. ആ പൊള്ളലുകൾക്കാകട്ടെ 24 മണിക്കൂർ പോലും പഴക്കവുമില്ലായിരുന്നു. അതായത് തലേ ദിവസം രാത്രിയിലോ മറ്റോ ഏറ്റ പൊള്ളലായിരുന്നു അത്. പോലീസ് അയാളെ വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ ഒന്നും വിട്ടു പറയാൻ പിള്ള തയ്യാറായിരുന്നില്ല. ഒടുവിൽ പോലീസ് മുറ തന്നെ പുറത്തെടുക്കേണ്ടതായി വന്നു. ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിള്ള കുറ്റസമ്മതം നടത്തി. താനാണ് സുകുമാരക്കുറുപ്പിനെ കൊന്നതെന്നായിരുന്നു ആ കുറ്റസമ്മതം. പക്ഷെ പോലീസ് അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് കുറുപ്പിന്റെ ഒരു ബന്ധു ഡിവൈഎസ്പിയെ വിളിക്കുന്നത്. അയാൾ പറഞ്ഞത് മരിച്ചത് കുറുപ്പല്ല, മറ്റാരോ ആണെന്നായിരുന്നു. ആരോ ഒരാൾ മരിച്ചിരിക്കണമല്ലോ. പോലീസ് ഉദ്യോഗസ്ഥർ ആലപ്പുഴയിലെ പരിസരത്തുള്ള ഏതെങ്കിലും സ്റ്റേഷനുകളിൽ ആരെയെങ്കിലും കാണാതായെന്നുള്ള പരാതികൾ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ആലപ്പുഴയിൽ നിന്ന് തന്നെ ഒരു ഫിലിം റെപ്രസെന്റേറ്റീവിനെ കാണാതായെന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ചാക്കോ എന്നാണ് അയാളുടെ പേര്. അതോടെ കൂടുതൽ വിശദമായി ഭാസ്കരപിള്ളയെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നത് സമാനതകളില്ലാത്ത ഞെട്ടിപ്പിക്കുന്ന ക്രൂരമായൊരു കൊലപാതകത്തിന്റെ കഥയായിരുന്നു. ചെറിയനാട് പുത്തൻ വീട്ടിൽ സുകുമാരക്കുറുപ്പിന് അബുദാബിയിലായിരുന്നു ജോലി. നല്ല ശമ്പളം. നാട്ടിൽ അയാൾക്കൊരു വീടുണ്ട്. കൂടാതെ മറ്റൊരു 2 നില വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയുമാണ്. കുടുംബം അയാളോടൊപ്പം അബുദാബിയിൽ തന്നെ ആയിരുന്നു. അബുദാബിയിൽ വെച്ച് തന്നെ കുറിപ്പ് 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു. നാട്ടിൽ വീട് പണി നടക്കുന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് കുറിപ്പിന് സാമ്പത്തികമായി ഇത്തിരി ഞെരുക്കം വന്നു. അപ്പോഴാണ് അയാൾ ജർമ്മനിയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പത്രത്തിലോ മറ്റോ വായിക്കുന്നത്. വലിയൊരു ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി തന്നെ പോലൊരാളെ കൊലപ്പെടുത്തി അത് താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരാളെ കുറിച്ചായിരുന്നു ആ വാർത്ത. അതോടെ കുറുപ്പിന്റെ ചിന്ത മുഴുവൻ അതേക്കുറിച്ചായി. എന്തുകൊണ്ട് തനിക്ക് അങ്ങനെ ഒരു തന്ത്രം പയറ്റിക്കൂടാ? 50 ലക്ഷം രൂപയുടെ പോളിസിയാണ് തന്റെ പേരിലുള്ളത്. എന്തായാലും അയാൾ ചിലത് തീരുമാനിച്ചു. കുറുപ്പ് തന്നോടൊപ്പം അബുദാബിയിൽ ജോലി ചെയ്യുന്ന ചാവക്കാടുകാരനായ ഷാഹുവിനോടും ഡ്രൈവറായ പൊന്നപ്പനോടും ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവായ ഭാസ്കരപിള്ളയോടും കാര്യം പറഞ്ഞു. സംഗതി നടന്ന് ഇൻഷുറൻസ് തുക കിട്ടിയാൽ അതിൽ നിന്നൊരു തുക നൽകാമെന്ന് പറഞ്ഞതോടെ എല്ലാവരും കുറുപ്പിനൊപ്പം നിൽക്കാമെന്നുള്ള സമ്മതം അറിയിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച കുറുപ്പ് 1984 ജനുവരി 6-ാം തീയതി നാട്ടിലെത്തി. നാട്ടിലെത്തിയ കുറുപ്പും സംഘവും കാറിൽ പലയിടങ്ങളിലും കറങ്ങി. ആ സമയത്ത് ആരെയും കൊല്ലണമെന്ന ഉദ്ദേശമൊന്നും കുറുപ്പിനും കൂടെയുള്ളവർക്കും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും മോർച്ചറിയിൽ നിന്ന് തന്റെ നീളവും വണ്ണവുമുള്ള ആരുടെയെങ്കിലും മൃതദേഹം മോഷ്ടിക്കാനായിരുന്നു കുറുപ്പിന്റെ പദ്ധതി. എന്നാൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. അതോടെ ഏതെങ്കിലും സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം കുഴിച്ചെടുക്കാനായി ശ്രമം. അതും നടന്നില്ല. ഇനി എന്ത് ചെയ്യും? കുറുപ്പും വീട്ടുകാരും തലപുകഞ്ഞാലോചിച്ചു. അങ്ങനെ അവർ ആ തീരുമാനത്തിലെത്തി. ജർമ്മനിയിൽ നടന്നതുപോലെ ആരെയെങ്കിലും കൊലപ്പെടുത്തി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കണമെന്ന തീരുമാനം ഉറപ്പിച്ചതോടെ തന്റെ പൊക്കവും വണ്ണവുമുള്ള ഇരയെ അന്വേഷിച്ച് കുറുപ്പും സംഘവും നാട് നീളെ അലഞ്ഞു. സംഭവം നടക്കുന്ന ദിവസവും, അതായത് ജനുവരി 21-നും ഇരയെ കണ്ടെത്താനായി അവർ ആലപ്പുഴയ്ക്കും ഹരിപ്പാടിനുമിടയിൽ കുറെ നേരം 2 കാറുകളിലായി കറങ്ങി നടന്നു. ഒരു കാറിൽ കുറുപ്പ്, മറ്റേ കാറിൽ ഭാസ്കരപിള്ളയും പൊന്നപ്പനും ഷാഹുവും. ഒടുവിൽ അവർ ഇരയെ കണ്ടെത്തി. ഫിലിം റീലുകൾ വിതരണം ചെയ്യാനായി ആലപ്പുഴയിലെ തിയേറ്ററിലെത്തിയ ഒരു പാവം ഫിലിം റെപ്രസെന്റേറ്റീവ് NJ ചാക്കോ. അയാളായിരുന്നു കുറുപ്പിന്റെയും സംഘത്തിന്റെയും ഇര. സമയം അപ്പോഴേക്കും രാത്രിയായിരുന്നു. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങൾ ഇല്ലാത്തൊരു കാലമായിരുന്നു അത്. എങ്ങനെയും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന ഒരൊറ്റ ചിന്തയെ ആ നേരത്തെ ചാക്കോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ.
കാരണം അയാളുടെ ഭാര്യ ശാന്ത ഗർഭിണിയാണ്. നിറവയറുമായി അവൾ തന്നെ കാത്തിരിക്കുന്നുണ്ടാകും. ഏതെങ്കിലും ബസ് വരുന്നുണ്ടോ എന്ന് നോക്കി ചാക്കോ റോഡരികിൽ നിന്നു. അപ്പോഴാണ് ആ കറുത്ത അംബാസഡർ കാർ അയാളുടെ മുന്നിൽ കൊണ്ട് നിർത്തിയത്. കാറിലുണ്ടായിരുന്നവർ ചാക്കോയോട് എവിടേക്കാണെന്ന് തിരക്കി. ചാക്കോ മറുപടി പറഞ്ഞു. അതോടെ കാറിലുണ്ടായിരുന്നയാൾ പറഞ്ഞു, താനും അങ്ങോട്ടേക്കാണ്, നിങ്ങളെ അവിടെ ഇറക്കാം. അത് കേട്ടതോടെ ചാക്കോയ്ക്ക് ആശ്വാസമായി. എത്രയും പെട്ടെന്ന് വീടെത്താമല്ലോ. അയാൾ കാറിലേക്ക് കയറി. ആ കാറിനുള്ളിലേക്ക് കയറിയ നിമിഷം ചാക്കോയുടെ വിധി എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു. മിണ്ടിയും പറഞ്ഞും പോകുന്നതിനിടയിൽ കാറിലുണ്ടായിരുന്നവർ ചാക്കോയ്ക്ക് മദ്യം നൽകി. എന്നാൽ അയാൾ അത് നിരസിച്ചു. അതോടെ മറ്റുള്ളവർ നിർബന്ധിച്ചു തുടങ്ങി. അവരുടെ സ്നേഹപൂർവ്വമായ നിർബന്ധം കൊണ്ട് ചാക്കോ കുറച്ചു മദ്യം കഴിച്ചു. എന്നാൽ ആ മദ്യത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന കാര്യം ചാക്കോ അറിഞ്ഞില്ല. അപ്പോഴേക്കും വണ്ടി ആരുമില്ലാത്ത വിജനമായൊരു സ്ഥലത്തെത്തിയിരുന്നു. വിഷമടങ്ങിയ മദ്യം അകത്ത് ചെന്നതോടെ ചാക്കോ അല്പമൊന്നു മയങ്ങി. ആ മയക്കത്തിനിടയിൽ ഭാസ്കരപിള്ള ചാക്കോയുടെ കഴുത്ത് തോർത്തുമുണ്ടിട്ട് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ആ അബോധാവസ്ഥയിലും ചെറുതായൊന്ന് പ്രതിരോധിച്ചതല്ലാതെ മറ്റൊന്നിനും ചാക്കോയ്ക്ക് കഴിയുമായിരുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപേ എല്ലാം കഴിഞ്ഞിരുന്നു. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ആ കാർ ദേശീയപാതയിലൂടെ അതിവേഗം പായുകയായിരുന്നു. കൊലപ്പെടുത്തിയ ചാക്കോയുടെ മൃതദേഹവും കൊണ്ട് കൊലയാളികൾ നേരെ പോയത് ഭാസ്കരപിള്ളയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ വെച്ച് ചാക്കോയുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി. വിരലിലുണ്ടായിരുന്ന വിവാഹമോതിരവും ഊരിയെടുത്തു. അതിനുശേഷം കുറുപ്പിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച മൃതദേഹം കാറിന്റെ ഡിക്കിയിലിട്ട് നേരെ കുന്നംവയലിലേക്ക് പോയി. വണ്ടി നിർത്തി ചാക്കോയുടെ മൃതദേഹം ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാരിയിരുത്തി. പിന്നീട് കന്നാസിൽ കരുതിയിരുന്ന പെട്രോൾ കാറിലും ചാക്കോയുടെ ശരീരത്തിലുമായി ഒഴിച്ചു. അതിനുശേഷം ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് ഭാസ്കരപിള്ള കാറിലേക്കിട്ടു. തീ ആളിപ്പടർന്നു. തീപ്പെട്ടിക്കൊള്ളി ഉരച്ചെറിയുന്നതിനിടയിൽ ഭാസ്കരപിള്ളയുടെ കൈക്ക് പൊള്ളലേറ്റു. അതാണ് പിന്നീട് കുരുക്കായത്. ചാക്കോയുടെ മുഖം പൂർണ്ണമായും കരിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് തന്നെ മരിച്ചത് ചാക്കോയാണെന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നില്ല. ഭാസ്കരപിള്ളയുടെ കുറ്റസമ്മതം നടന്നതോടെ മൃതദേഹം പുറത്തെടുത്ത് സൂപ്പർ ഇമ്പോസിഷൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടത്തി. പരമാവധി തെളിവുകൾ പോലീസ് ശേഖരിച്ചു. ആലപ്പുഴയിലെ കരുവാറ്റയിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ് കുറുപ്പും സംഘവും ചാക്കോ വധത്തിനുള്ള ഗൂഢാലോചന നടത്തിയതെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി. ഭാസ്കരപിള്ളയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. താമസിയാതെ പൊന്നപ്പനും ഷാഹുവും പോലീസിന്റെ പിടിയിലായി. ഷാഹുവിനെ ചോദ്യം ചെയ്തപ്പോൾ ഗൂഢാലോചന അടക്കമുള്ള വിവരങ്ങൾ അയാൾ തുറന്നു പറഞ്ഞു. പക്ഷേ സുകുമാരക്കുറുപ്പിനെ കിട്ടിയില്ല. ആലുവയിലെ ഒരു ലോഡ്ജിൽ കുറിപ്പുണ്ടെന്നറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പലയിടങ്ങളിൽ നിന്നും പോലീസിനെ കബളിപ്പിച്ച് കുറുപ്പ് രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. വർഷങ്ങളോളം കുറുപ്പിന്റെ ബന്ധുക്കളെ പോലീസ് രഹസ്യമായി നിരീക്ഷിച്ചിരുന്നു. സുകുമാരക്കുറുപ്പാണെന്ന് കരുതി പലരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ചാക്കോ വധക്കേസിന്റെ ചുരുളഴിഞ്ഞതോടെ അത് ചർച്ചാ വിഷയമായി. കുറുപ്പാകട്ടെ ഒളിവിൽ പോകുകയും ചെയ്തു. പലയിടങ്ങളിലും വെച്ച് പലരും പല സാഹചര്യങ്ങളിൽ കുറുപ്പിനെ കണ്ടതായി വാർത്ത വന്നു. രാജസ്ഥാനിലെ കോട്ട ജില്ലയിൽ കുറുപ്പ് വേഷം മാറി താമസിക്കുന്നുണ്ടെന്ന വിവരം കിട്ടിയ പോലീസ് അവിടെ എത്തിയെങ്കിലും സംശയിച്ചയാൾ കുറുപ്പല്ലായിരുന്നു. കുറുപ്പിനെ ഒരു സന്യാസിയുടെ വേഷത്തിൽ ഗുജറാത്തിൽ വെച്ച് കണ്ടെന്ന് 2022 വെട്ടിപ്പുറം സ്വദേശിയായ റൻസീം ഇബ്രാഹിം പോലീസിനെ അറിയിച്ചു. റൻസീം ഇബ്രാഹിമിന്റെ മൊഴിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കുറുപ്പിന്റെ പ്രായം മാറുന്നതനുസരിച്ച് അയാളുടെ പലതരത്തിലുള്ള രേഖാചിത്രങ്ങളും പോലീസ് മാറ്റി വരച്ചുകൊണ്ടേയിരുന്നു. അതെല്ലാം ഇന്റർപോളിനും കൈമാറി. പക്ഷെ ഫലമുണ്ടായില്ല. അറസ്റ്റിലായ ഭാസ്കരപിള്ളയെയും പൊന്നപ്പനെയും കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഷാഹു കേസിൽ മാപ്പ് സാക്ഷിയായി. 3 കൊല്ലം മുമ്പ് ഷാഹുവിനെ തിരഞ്ഞുപോയി. ചാവക്കാട് കടപ്പുറത്തുള്ള അയാളുടെ വീട് കണ്ടുപിടിച്ചു. അന്ന് അയാൾ ഒരു പഴയ ബൈക്കിൽ മീൻ കച്ചവടം നടത്തുകയായിരുന്നു. അന്നത്തെ പ്രായത്തിൽ അറിയാതെ ചെയ്തു പോയതാണെന്നും അബുദാബിയിലെ ഓഫീസിൽ ഒപ്പം ജോലി ചെയ്യുകയായിരുന്ന വെറും 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള താൻ കുറുപ്പിന്റെ വാക്ചാതുര്യത്തിൽ വീണുപോയതാണെന്നും അയാൾ എന്നോട് പറഞ്ഞു. താനിപ്പോൾ കുടുംബവുമായി ജീവിക്കുകയാണെന്നും തനിക്ക് മക്കളും മരുമക്കളും ചെറുമക്കളുണ്ടെന്നും അവർക്ക് നാണക്കേടാകുമെന്നുള്ളത് കൊണ്ട് തന്റെ ചിത്രവും ദൃശ്യവും പകർത്തരുതെന്നും അയാൾ എന്നോട് ദയനീയമായി പറഞ്ഞു. കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ഷാഹു. ആ കേസ് കൊണ്ട് അയാളുടെ ജീവിതം തന്നെ തകർത്ത് തരിപ്പണമായി. അന്ന് ചാക്കോയെ കത്തിച്ചു കൊന്ന കുന്നംപാടം എന്നറിയപ്പെടുന്നത് ചാക്കോ പാടമെന്നാണ്.
കത്തിക്കരിഞ്ഞ ആ കറുത്ത അംബാസഡർ കാർ ഏറെക്കാലം മാവേലിക്കര പോലീസ് സ്റ്റേഷന്റെ വളപ്പിലുണ്ടായിരുന്നു. കാലം കുറെ കഴിഞ്ഞതോടെ ആ കാറിന്റെ ഭാഗങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചുപോയി. സംഭവം നടക്കുമ്പോൾ കുറുപ്പ് വണ്ടാനത്ത് നിർമ്മിച്ചുകൊണ്ടിരുന്ന വീടിന്റെ നിർമ്മാണം പാതി വഴിയിലായിരുന്നു. ഈ കെട്ടിടം ഒരു പ്രേതാലയം പോലെ ഇപ്പോഴും അനാഥമായി കിടക്കുകയാണ്. ആ കെട്ടിടം പഞ്ചായത്തിന് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് 2017 അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രമേയം പാസാക്കി സർക്കാരിന് നൽകിയിരുന്നു. ഈ വീട് സർക്കാർ ഏറ്റെടുത്ത് വില്ലേജ് ഓഫീസാക്കാനുള്ള നടപടികൾ നടന്നു വരികയായിരുന്നു. ചാക്കോ കൊല്ലപ്പെടുമ്പോൾ അയാളുടെ ഭാര്യ ശാന്തമ്മ ഗർഭിണിയായിരുന്നു. പിന്നീട് ശാന്തമ്മ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. അവരവന് ജിതിൻ എന്ന് പേരിട്ടു. അവൻ ഇന്ന് വളർന്നു വലുതായി വിവാഹവും കഴിച്ചു. ആലപ്പുഴയിലെ പുന്നമടക്കടുത്ത് കരളകം ആലപ്പാട് കണ്ടത്തിൽ വീട്ടിൽ ഇന്നും ആ അമ്മയും മകനുമുണ്ട്. ചെങ്ങന്നൂരിലെ ഒരു പള്ളിയിൽ ധ്യാനത്തിനെത്തിയ ഭാസ്കരപിള്ളയെ 6 കൊല്ലം മുമ്പ് ശാന്തമ്മ നേരിട്ട് കണ്ടു. ചെയ്ത തെറ്റിൽ കുറ്റബോധമുണ്ടെന്നും എല്ലാവരും തന്നെ ഉപേക്ഷിച്ചെന്നും മാപ്പ് നൽകണമെന്നും ഭാസ്കരപിള്ള ശാന്തമ്മയോട് അപേക്ഷിച്ചു. അപ്പോഴുണ്ടായ വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിൽ നിങ്ങളോട് ക്ഷമിക്കുന്നുവെന്ന് ശാന്തമ്മ പറഞ്ഞു. അത് വലിയ വാർത്തയായി. ഭർത്താവ് മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്ന ശാന്തമ്മയുടെ ജീവിതത്തിലെ സന്തോഷം 1984 ജനുവരിയിലെ ഒരു രാത്രിയിൽ അവസാനിച്ചു. കുറുപ്പ് വേഷം മാറി വിദേശത്തെവിടെയോ ജീവിക്കുന്നുണ്ടെന്ന് ശാന്തമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നു. അച്ഛനെ കാണാൻ ഭാഗ്യമില്ലാതെ പോയ ചാക്കോയുടെ മകനും ചാക്കോ വധക്കേസിന്റെ അതേ പ്രായമാണ്, 41 വയസ്സ്. ഭാസ്കരപിള്ള മരണപ്പെട്ടു. ഡ്രൈവർ പൊന്നപ്പൻ ആത്മഹത്യ ചെയ്തു. ചാക്കോ കൊലക്കേസിനെ ആസ്പദമാക്കി 3 സിനിമകൾ ഇറങ്ങി. സംഭവം നടന്ന അതേ വർഷം 1984 NH-47 എന്ന സിനിമ ഇറങ്ങി. ബേബി സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ സുകുമാരൻ, ലാലു അലക്സ്, TG രവി, ബാലൻ കെ നായർ, ജഗദീഷ് ശ്രീകുമാർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രണ്ടാമത്തെ ചിത്രമായി പിന്നെയും പുറത്തിറങ്ങിയത് 2016 അടൂർ ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിലാണ്. ദിലീപ്, കാവ്യ മാധവൻ, വിജയരാഘവൻ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയത് ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത 2021 പുറത്തിറങ്ങിയ കുറുപ്പായിരുന്നു. ദുൽഖർ സൽമാൻ, ഷൈൻ ടോം ചാക്കോ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത്, വിജയരാഘവൻ, ശോഭിത ധൂലിപാല എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. 81 കോടി രൂപയാണ് കുറുപ്പ് കളക്ട് ചെയ്തത്. ചാക്കോ വധക്കേസിന് പുറമെ രേഖപ്പെടുത്താത്ത മറ്റൊരു കുറ്റകൃത്യം കൂടി സുകുമാരക്കുറുപ്പിന്റെ പേരിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ കഥയാകട്ടെ ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന സൈനികന്റേതാണ്. പ്രീ ഡിഗ്രി തോറ്റ ഗോപാലകൃഷ്ണക്കുറുപ്പ് വ്യോമസേനയിൽ ചേർന്നു. പക്ഷേ സൈനിക ജീവിതവും പരിശീലനവുമായി പൊരുത്തപ്പെട്ടു പോകാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. അയാൾ അവധിക്ക് നാട്ടിലെത്തി. താൻ മരിച്ചെന്ന് രേഖയുണ്ടാക്കി വ്യോമസേന അധികൃതർക്ക് അറിയിച്ചു. അതിന് അയാളെ സഹായിച്ചത് ഒരു പോലീസുകാരനാണെന്നാണ് പലരും പറയുന്നത്. അതിനുശേഷം അയാൾ സുകുമാരക്കുറുപ്പ് എന്ന പുതിയ പേര് സ്വീകരിച്ചു. ആ പേരിൽ പാസ്പോർട്ട് എടുത്ത കുറുപ്പ് പിന്നീട് ഗൾഫിലേക്ക് പോയി. അതിനുശേഷമുള്ള കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊടും കുറ്റവാളികൾ മനുഷ്യന്റെ മനസ്സിൽ കടന്നുകൂടിയാൽ പിന്നെ എളുപ്പം പുറത്തു കടക്കില്ല. അതിന്റെ തെളിവാണ് സുകുമാരക്കുറുപ്പ്. കൊല്ലം 41 കഴിഞ്ഞെങ്കിലും സുകുമാരക്കുറുപ്പിനെ മലയാളികൾ മറന്നിട്ടില്ല. 41 വർഷങ്ങളായി ആരും കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത, കണ്ടെങ്കിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മുഖവുമായി സുകുമാരക്കുറുപ്പ് ഇന്നും എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടോ? അതോ അയാൾ മരണപ്പെട്ടു? ഈ ചോദ്യം ഒരു മരീചികയായി ഇന്നും മലയാളികളുടെ മനസ്സിൽ തികട്ടി നിൽക്കുന്നുണ്ട്. 16/84 എന്ന ക്രൈം നമ്പറിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഫയൽ ഇപ്പോൾ ലോങ് പെൻഡിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പോലീസ് ആസ്ഥാനത്തുണ്ട്. കുറുപ്പ് മരിച്ചെന്നും ലോകത്തിന്റെ ഏതോ കോണിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ മറ്റൊരു പേരിൽ, മറ്റൊരു രൂപത്തിൽ, എല്ലാം കണ്ടും കേട്ടും അയാൾ നമുക്കിടയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കണം.